ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു ഈ നിൽക്കുന്ന ഋതികമോളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരല്ലേടി നമ്മളെല്ലാം. പിന്നെ ഏത് കാരണത്തിലായാലും അതിനൊരു തിരുത്തു വരുത്തിയതാണ് തെറ്റ്. അവൾക്കതിന് ബോധം ഇല്ലെങ്കിൽ അവളുടെ കാര്യത്തില് സങ്കടമുള്ള പലരും ഉണ്ടല്ലോ. അവര് കൊണ്ടുപോട്ടെ. അതല്ലേ ശേഖരൻ സാറേ അതിന്റെ ഒരു ശരി. പിന്നെ ദാറ്റ്സ് റൈറ്റ്. ആ എന്നാ ഞാൻ ഇറങ്ങുക. എല്ലാരും കൂടി എന്നെ കളിയാക്കാൻ നോക്കുവായിരുന്നല്ലേ? ചേച്ചിയും മോനും കളിയാക്കാൻ നോക്കിയത് രാജുവിനെ. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. രാജു ഇപ്പൊ പഴയ രാജു അല്ല, പ്രതാപവർമ്മയുടെ മരുമകനാ. അതായത് നമ്മുടെയും മരുമകൻ. യമ്മി വാ. അമ്മ അമ്മ കരയാതമ്മേ. ഇതൊക്കെ നമുക്ക് പറ്റിയ തെറ്റ്. അതിന് കരഞ്ഞിട്ടെന്താ ഫലം? എന്നാലും ആ പാവം പെങ്കുച്ചിനെ എടീ, നീ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇവിടെ ആരും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. നീ വാക്ക് പറഞ്ഞൊന്നും പറഞ്ഞ് വിഷമിക്കുന്ന എന്തിനടി? കല്യാണം നിന്റെ മകനല്ലേ, അവന്റെ ഇഷ്ടമല്ലേ പ്രധാനം. അച്ഛൻ ന്യായീകരിക്കൊന്നും വേണ്ട. നീ രമ്യയെ ന്യായീകരിക്കാൻ തുടങ്ങിയത് എന്ന് മുതൽക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പോട്ടെ, അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എന്നാലും ഒരു സത്യം ഞാൻ പറയാം. രാജു ഈ നിൽക്കുന്ന ഋതികമോളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരല്ലേടി നമ്മളെല്ലാം. പിന്നെ ഏത് കാരണത്തിലായാലും അതിനൊരു തിരുത്തു വരുത്തിയതാണ് തെറ്റ്. ആ തകർന്നു നടക്കുന്ന പെണ്ണിന്റെ ജീവിതത്തിൽ ആര് സമാധാനം പറയും? നിങ്ങൾ പറയൂ. അമ്മ മാറടി അങ്ങോട്ട്. മോളെ, അവര് പറയുന്നൊന്നും കേട്ട് വിഷമിക്കാൻ നിൽക്കണ്ട. അതങ്ങ് വിട്ടേക്ക്. അമ്മയും മോളും കൂടെ മനഃപൂർവ്വം മോളുടെ മനസ്സിനിട്ട് കുത്തുന്നതാ. മോൾ അത് കേട്ട പാവമേ നടിക്കണ്ട. ഒരമ്മയും മോളും നടക്കുന്നു. ഇതേ പ്രശ്നം വേറെയാ. രാജുവും രമ്യയും തമ്മിലുള്ള കല്യാണം നടക്കുകയാണെങ്കിൽ നല്ലൊരു തുക രമ്യ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അത് പോയതിന്റെ സങ്കടോ? ഇല്ല വല്യമ്മേ, എന്റെ രാധമ്മ അങ്ങനെയുള്ളവരൊന്നും അല്ല. യോ, ഈ രാധമ്മ ആരാണെന്ന് മോക്കറിയാമോ? പഠിച്ച കള്ളിയാണ്. വെളുത്ത് ചുമന്നിരിക്കുന്നത് കൊണ്ട് മോള് തെറ്റിദ്ധരിക്കരുത്. ഓ, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇവരുടെയൊക്കെ മനസ്സ് കറുത്തതാ, വിഷപ്പാമ്പുകള്. ഇങ്ങനെയൊന്നും പറയില്ല വല്യമ്മ.
മോളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. മോൾ ഇവളുമാരെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. ആ അത് പോട്ടെ. എനിക്കിന്ന് ചില ചെലവുകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യണമായിരുന്നു. ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോണം. കയ്യില് കാശൊന്നുമില്ല. കാശ് ഞാൻ തരാലോ, ഒരു മിനിറ്റ്. ക്യാഷായിട്ട് കയ്യിൽ 5000 രൂപയുണ്ട്. തൽക്കാലം അത് മതിയോ? ആ അല്ലെങ്കിൽ ഞാൻ ഫോണിൽ അയക്കാം. അയ്യോ, അയക്കൊന്നും വേണ്ട. ഇപ്പൊ ഈ കാശിഞ്ഞതാ. വലിയ കാര്യങ്ങളൊക്കെ അങ്ങനെ കിടക്കുവാ. അതൊക്കെ ഞാൻ പുറകെ പറയാം. ഇപ്പൊ ഞാൻ പോയിട്ട് വരേ. വരുന്നില്ലല്ലോ. ആ നീ എന്തോന്നടാ ഇങ്ങനെ കള്ളന്മാരെ പോലെ പതുങ്ങി പതുങ്ങി നിൽക്കുന്നത്? ഞാനെല്ലാം കേട്ട്. എടാ, ഒളിച്ചു നിന്ന് കേൾക്കുന്ന അത്ര ശരിയല്ല കേട്ടാ. ആ പോട്ടെ. അത് ഇവിടെ പോണം, അവിടെ നില്ലേ. ഷെയർ ഇട്. 5000 ഷെയർ എടുക്കാൻ. 500 പോരാ, 1500 വേണം. എടിഞ്ഞോട്ട് കൊണ്ടുപോ. എന്നെ കൂട്ടണ്ടായിരുന്നു. ആ രാധമ്മ ധൃതിയ മോളെ ചീത്ത പറഞ്ഞത് നല്ല എരിയും പുളിയും ചേർത്ത് അവൻ്റെ കൂടെ അങ്ങ് തട്ടിക്കൊടുക്കാം. പെറ്റ തള്ളയുടെ കരണത്തിട്ട് അവൻ്റെ ഉണ്ട് കൊടുക്കുന്നത് കാണാൻ വല്ലാത്ത ഒരു കൊതി എനിക്ക്. മോനെ മോനെ രാജു, അമ്മയുമായിട്ട് വഴക്കിടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നടന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. രാധമ്മ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ആ കൊച്ചിനെ ചീത്ത വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവനെന്താ മരവാഴയാണോ? ഒരു വികാരവും മുഖത്തില്ലല്ലോ. അല്ല, വലിയ കൊട്ടാരത്തിലെ കൊച്ചാണെന്നുള്ള കാര്യം അങ്ങ് വിട്ടേക്ക്. സ്വന്തം മോൻ കെട്ടിക്കൊണ്ടുവന്ന കൊച്ചല്ലേ, ഇങ്ങനെയൊക്കെ പറയാവോ? ആ അമ്മ എന്തു പറഞ്ഞു? അകലേ നോവിനാലേ